ഒരു മാരത്തോൺ ഇതിലൂടെ നടക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിന് മുമ്പിലാണ്. നമസ്കാരം, വിരാട വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് MG റോഡിലാണ് കേട്ടോ. MG റോഡ് നമ്മുടെ സൗത്തും കടന്ന് മെഡിക്കൽ ട്രസ്റ്റും കടന്ന് ദേവിപുരവും കടന്ന് ഷിപ്പ്യാർഡ് വഴി കടന്നു പോകുന്ന MG റോഡ്. ഇവിടെ ഇപ്പോൾ ഒരു മാരത്തോൺ നടക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. ഇവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളിന്ന് എത്തിച്ചേരുന്ന സ്ഥലമെന്ന് പറയുന്നത് തേവരയാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ തേവര ജംഗ്ഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ കാഴ്ചകൾ, തേവരയിൽ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഈ കാണുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ട്രെയിനൊക്കെയാണ് നമ്മളീ കാണുന്നത്. ഇത് MG റോഡ് തന്നെയാണ്. MG റോഡ് പെരുമാനൂരാണ് ഈ സ്ഥലം. പെരുമാനൂർ ഇത് നേരെ വെണ്ടുരുത്തി പാലത്തിലേക്ക് എത്തും. നമ്മുടെ മാരത്തോൺ ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. 10 കിലോമീറ്റർ മാരത്തോൺ എന്നാണെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് MG റോഡ്. MG റോഡിലെ തേവര ജംഗ്ഷനും ഇതാ ബോർഡ് കാണാം. ഇവിടെ നിന്ന് നമ്മൾ ബോൾഗാട്ടി ഹൈക്കോടതി ഇടപ്പള്ളിക്കൊക്കെ പോകുന്നത് അങ്ങോട്ടും. ഈ റോഡ് ചെന്ന് ചേരുന്നത് വെണ്ടുരുത്തി പാലത്തിലേക്കുമാണ്. ഇതാണ് ശരിക്കും പറയുന്ന തേവര ജംഗ്ഷൻ. ഈ തേവര ജംഗ്ഷനിൽ ഈ വലത്തേക്ക് കിടക്കുന്ന റോഡാണ് പണ്ഡിറ്റ് കറുപ്പൻകുട്ട് റോഡ്. നമുക്ക് ആ വഴിയെ പോയി നോക്കാം കേട്ടോ. പണ്ഡിറ്റ് കറുപ്പൻകുട്ട് റോഡിലൂടെയാണ് ഈ പോകുന്നത്. കണ്ടാൽ ചെറിയ ജംഗ്ഷനാണെങ്കിലും തേവര വലിയൊരു ഏരിയയാണ്. പെരുമാനൂരാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ ജംഗ്ഷൻ്റെ പേര് തേവര എന്ന് പറയും. പെരുമാനൂർ പഞ്ചായത്തൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ ഒക്കെ. ഇവിടെ ഒരു KPLP സ്കൂളെന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1868. KPLP സ്കൂൾ ആൻഡ് സെൻറ്റ് ജോർജസ് ചർച്ച് അണ്ടർ ദ ഏജീസ് ഓഫ് സെൻറ്റ് ജോർജസ് ചർച്ച് എന്നോട് എഴുതിച്ചിട്ടുണ്ട്. 1868 ഉണ്ടാക്കിയ സ്കൂളാണ്. എന്നാണ് KP സ്കൂൾ ആരോഗ്യമാതാ പള്ളിയിൽ ജപമാല. മാതാവിനെ കണ്ട് നമുക്ക് ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് കാണാം കേട്ടോ. പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള റെയിലാണ് ഈ കാണുന്നത്. ഇപ്പോഴിത് ഉപയോഗിക്കുന്നില്ല. ഇതൊരു മോണ്യുമെൻ്റ് ആയിരിക്കും ഇപ്പോൾ. ജോയിൻറ്റ് കൺട്രോൾ ഓഫ് ഡിഫൻസ് അക്കൗണ്ട് നേവി. ഇവിടെയെല്ലാം ഈ പറഞ്ഞ പോലെ നേവൽ ഓഫീസേഴ്സിൻ്റെ വീടുകളും അവരുടെ സ്ഥാപനങ്ങളും എല്ലാം ആണ്. നേവി നേവിയുടെ പല ഓഫീസുകളും ഇവിടെയെല്ലാം ഉണ്ട്. ഈ കാണുന്നതാണ് ലൂർദ് മാതാ പള്ളി തേവര. ലൂർദ് മാതാ പള്ളിയാണിത്. സൺഡേ മാസം നടക്കുന്നു ഇവിടെ. ഞാറക്കാവേലി ലൈൻ ഒക്കെ ചെറിയ ലൈനുകളാണ് ഇവിടെയുള്ളത്. കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. തേവര ബോട്ട് ജെട്ടി ഈ വഴിയാണ്. നമുക്ക് അതൊന്ന് പോയി നോക്കാം. ഇവിടെ ഈ കാണുന്നത് വോൾവോയുടെ യാർഡാണ്. വോൾവോ വണ്ടികൾ ധാരാളം പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. റിപ്പയറിനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമായിരിക്കണം ഇത്. വോൾവോയുടെ ആളാണ്. ഒരു കൊന്നമരം പൂത്തു നിൽക്കുന്നു. ഹോം ഫോർ ദ ഡെസ്റ്റിറ്റ്യൂട്ട് SD കോൺവെൻറ്റ് പെരുമാൾ, സെൻറ്റ് തോമസ് നഴ്സറി PKG LKG സ്കൂളുകൾ, സെൻറ്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ പെരുമാനൂർ കൊച്ചി. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വലിയൊരു
ഫ്ലാറ്റ് സമുച്ചയം കാണുന്നുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ പോയി നോക്കാം. ചലഞ്ച് ഹോമിയോപ്പതി ആസ്റ്റർ ഫാർമസി. ഇത് ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു. ഇത് ചെറിയൊരു റോഡ്. നല്ല ഭംഗിയുള്ള ഏരിയ അല്ലേ, നല്ല നീറ്റായിട്ടൊക്കെ ഇരിക്കുന്നു ഇവിടെയൊക്കെ. ഇവിടെ ഒരു ടർഫുണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ കളിക്കുന്നു. ഇവിടെ ഒരു ടർഫ് ഗെയിം ടൈം എന്നാണ് ടർഫിൻ്റെ പേര്. ഓക്കെ, ഇവിടുത്തെ തേവരയിലെ പ്രധാന റോഡാണ് ഈ പണ്ഡിറ്റ് കറുപ്പൻകുട്ടി റോഡ്. ഈ റോഡിലാണ് കാഴ്ചകളുള്ളതെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. നേരെ വഴിയിലൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് തേവര പാലമാണ്. തേവര പാലത്തിൽ എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു PK ഡീവർ റോഡുണ്ട്. ഈ റോഡിലൂടെ നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഗുരുദ്വാര കാണാം. ഇവിടെ ഒരു ഗുരുദ്വാരയുണ്ട്, അപ്പോൾ അതൊന്ന് പോയി കണ്ടിട്ട് വരാം. മറ്റു കാഴ്ചകൾ എന്തെന്നും നോക്കാം നമുക്ക് ഈ വഴിയെ പോയി. ഓക്കെ, ഇതാണ് മെരിറ്റേജ് മർലോട്ട് ക്രോസിംഗ് ഫോംസ് ആണല്ലേ. ഡീവർ റോഡിലൂടെ പോകുന്ന കഴിഞ്ഞാൽ കാണുന്നതാണ് ICAR-CIFൻ്റെ സ്വിഫ്റ്റിൻ്റെ റെസിഡൻഷ്യൽ കോംപ്ലക്സ്. ഇതിൽ ഒന്ന് പോയി നോക്കാം. നമ്മളിനി കാണാൻ പോകുന്നുണ്ടല്ലോ, കേരളത്തിലെ ഒരേ ഒരു ഗുരുദ്വാര ആണ് ഇത്, ഗുരുദ്വാര റോഡ്. നമ്മൾ ഡീവർ റോഡിലൂടെ ഇങ്ങനെ കടന്നു വന്നാൽ കാണുന്നതാണ്. കേരളത്തിലുള്ള ഒരേ ഒരു ഗുരുദ്വാരയാണ് കേട്ടോ, ഗുരുദ്വാര ശ്രീ ഗുരു സിംഗ് സഭ. നമ്മൾ ഡീവർ റോഡിൽ നിന്നും മുമ്പോട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇത് കാണാം, ഗുരുദ്വാര റോഡിലെത്തണം. ഓക്കെ, അങ്ങനെ എല്ലാ മതങ്ങളുടെ ഒരു സംഗമസ്ഥാനവും കൂടെയാണ് ഈ പറഞ്ഞ തേവര. ഇവിടെ എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയ്ക്കും ഉച്ച ഭക്ഷണം ഇവിടെ ഉണ്ടാവും കേട്ടോ. എല്ലാ മതസ്ഥർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്നാണ് അറിയുന്നത്. നമ്മൾ പണ്ഡിറ്റ് കറുപ്പൻ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അതേ മുമ്പിൽ കാണുന്നത് തേവര ബ്രിഡ്ജാണ്. ഈ കാണുന്നത് തേവര ജുമാ മസ്ജിദ്. തേവര പാലം നമുക്കൊന്ന് കണ്ടുവരാം. ഇത് തേവര ജുമാ മസ്ജിദ്. സൂര്യപ്രകാശത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാണ് തേവര പാലം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തേവര പാലത്തിലാണ്. ഈ കാണുന്ന കനാലില്ലേ, ഇതാണ് പേരണ്ടൂർ കനാൽ. ഈ കനാലാണ് നമ്മൾ കടവന്ത്ര ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതായിട്ട് കടവന്ത്ര വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കടവന്ത്ര ജംഗ്ഷൻ സീരീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കനാലിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും. ഈ കനാലിൻ്റെ തീരത്തൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. തേവര ഫ്രീയുടെ ഫിഷ് മാർക്കറ്റായിരിക്കും. നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി ഈ കനാൽ പോകുന്നത് കടവന്ത്രയ്ക്കാണ്. ഇത് ഒരു ചെറിയ ഫൗണ്ടൻ നമുക്ക് വീഡിയോയിൽ കിട്ടി. കനാൽ പക്ഷേ ഇപ്പോൾ ഇത്തിരി വൃത്തിയായിട്ട് കിടപ്പുണ്ടല്ലേ. നമുക്ക് ഈ മാർക്കിൻ്റെ സൈഡിൽ കൂടെയുള്ള കനാൽ റോഡ് വഴി ഒന്ന് പോയി നോക്കാം എന്താ ഉള്ളതെന്ന്. കനാൽ റോഡിലൂടെ നേരെ താഴേക്ക് ഇറങ്ങി വന്നാൽ കാണുന്ന കാഴ്ചകളാണ് അത് കേട്ടോ. ഇതേ കാണുന്നതാണ് വെണ്ടുരുത്തി പാലം. ദൂരെ അങ്ങ് ചില സംഗതികൾ കാണുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല.
ഇത് തേവര കനാലാണത്രേ ഇത്. ആ വലിയ മതിൽ കാണുന്നുണ്ടല്ലോ, അത് നേവൽ ഓഫീസേഴ്സിൻ്റെ താമസ സ്ഥലവും അതുപോലെയുള്ള സംഗതികളുമൊക്കെയാണ്. ആൽമരവും ആ പാലവും പാലത്തിൽ കൊടുത്ത വാഹനങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ ഈ രാവിലത്തെ വെളിച്ചത്തിൽ. ഇതൊക്കെയാണ് കൊച്ചി. മാർക്കറ്റ് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ മട്ടമ്മൽ ജംഗ്ഷൻ, ഇത് കോന്തുരുത്തി റോഡ് എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട് കേട്ടോ. ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പണ്ഡിറ്റ് കറുപ്പൻ റോഡ്, തേവര, മട്ടമ്മൽ ജംഗ്ഷൻ. ഇവിടെ മട്ടമ്മൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നും കുറച്ച് ഇങ്ങനെ മുമ്പോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഏറ്റവും അതിപ്രശസ്തമായിട്ടുള്ള സെൻറ്റ് ജൂഡ് ഷ്രൈൻ കാണാം. ഇതാണ് വിശുദ്ധ യൂദാശ്ലീഹായുടെ രക്തസാക്ഷിത്വ തിരുനാൾ എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തിരുനാൾ നടക്കുകയാണ്. സൺഡേ മാസം നടക്കുകയാണ് ഇവിടെ. ഇതാണ് അകത്തേക്ക് പോകുന്നത്. ഇതാണ് ആ ചർച്ച്. കുറച്ചുകൂടെ നമുക്ക് മുമ്പോട്ടൊന്ന് പോയി നോക്കാം. നമ്മുടെ SH കോളേജ്, തേവരയുടെ തിലകക്കുറിയായിട്ടുള്ള SH കോളേജ് ഈ റോഡിലാണ്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. ഫുട്പാത്ത് സൂപ്പർ മാർക്കറ്റ് രാവിലെ തന്നെ തുറന്നിട്ടുണ്ട്. ഇന്നൊരു ഞായറാഴ്ചയാണ്, സമയത്താണ് നമ്മളിവിടെ. ഈ തൊട്ടടുത്ത് തന്നെ ശ്രീനാരായണ സേവാ സമ SNDP ഒരു ക്ഷേത്രം ഇവിടെ കാണുന്നുണ്ട്. ഇതും ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ഇത് SNDP വക ക്ഷേത്രമാണ്. നവ്യ ബേക്ക് ഷോപ്പ്. മൂതുക്കണ്ണൻ്റെ സിംഹങ്ങൾ. പണ്ഡിറ്റ് കറുപ്പൻ റോഡിലൂടെ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ SNDP വക ഒരു ക്ഷേത്രം നമ്മൾ കണ്ടല്ലോ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് കടന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ മുതൽ മുഴുവൻ SH സേക്രഡ് ഹാർട്ട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അവരുടെ എല്ലാ തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ വഴിയിൽ നമുക്ക് കാണാൻ പറ്റും. പ്രശസ്തമായിട്ടുള്ള 1944 സ്ഥാപിക്കപ്പെട്ട സേക്രഡ് ഹാർട്ട് കോളേജ്, അങ്ങനെ പല സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി സ്കൂളോ ഒക്കെ ആണ്. സെൻറ്റ് മേരീസ് നഴ്സറി ആൻഡ് പ്ലേ സ്കൂൾ. അതിന് തൊട്ടടുത്ത് വെച്ച് SH സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് സേക്രഡ് ഹാർട്ട് കോളേജിൻ്റെ കോമ്പൗണ്ട് മതിലാണ് നമ്മൾ
വൈറ്റ് കളറിൽ കാണുന്നത് കേട്ടോ, വൈറ്റ് ആൻഡ് ആഷ് കളറിൽ കാണുന്നത് ക്യാമ്പസാണ്. ഇത് SH മൊണാസ്ട്രിയാണ്, തേവര. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1879. നേരെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കിയാൽ SH കോളേജ്, സെക്രഡ് ഹാർട്ട് കോളേജ്, തേവര, കൊച്ചി. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1944. സെക്രഡ് ഹാർട്ട് കോളേജ് ഓട്ടോണോമസ് അഫിലിയേറ്റഡ് അസോസിയേഷൻ, IFCU, AIC, HEAL, ഏജ് ഫ്രണ്ട്ലി ക്യാമ്പസ്, അങ്ങനെ പല പല കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. SH കോളേജ് ബോയ്സ് ഹോസ്റ്റലാണ് ഈ കാണുന്നത്. SH ഹയർ സെക്കൻഡറി സ്കൂൾ, ഇത് ഹൈസ്കൂൾ. സെക്കൻഡറി സ്കൂളിൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത്. അകത്തേക്ക് നോക്കിയാൽ നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ നിൽക്കുന്ന ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നു. സൺഡേ ആയിട്ടും പിള്ളേർ വരുന്നുണ്ടല്ലോ. ഇത് SH കോളേജ് സ്റ്റുഡൻസ് സെൻറ്റർ, SH കോളേജ് ക്യാൻറ്റീൻ, കർമ്മനിവാസം എന്നാണ് ഇതിൻ്റെ പേര്. കൊള്ളാമല്ലേ? തീർന്നിട്ടില്ല. സെൻറ്റ് മേരീസ് UP സ്കൂൾ, SH സെക്രഡ് ഹാർട്ട് കോളേജ് ഓട്ടോണോമസ് ഈസ്റ്റ് ക്യാമ്പസ് കൊച്ചി. SH കോളേജ് പബ്ലിക് സ്കൂൾ, ഇത് അവരുടെ ഗ്രൗണ്ട് കെട്ടിടങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ക്വാർട്ടേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെ ക്വാർട്ടേഴ്സ് എന്നറിയില്ല, ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിലെ ആയിരിക്കണം. ഇനി നമുക്ക് ഇവിടെയാണ് കേരള പോസ്റ്റൽ സർക്കിൾ ഗസ്റ്റ് ഹൗസ്. അപ്പോൾ പോസ്റ്റൽ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളായിരിക്കണം അല്ലേ? ഒരു ക്രിക്കറ്റ് കളി ഇവിടെ പുരോഗമിക്കുന്നു. ഇനി നമുക്ക് തേവര ഫെറിയാണ് കാണേണ്ടത്. അപ്പം നമുക്ക് നേരെ തേവര ഫെറി എവിടെയാണോ നോക്കി പോകാം. ഈ നേരെ മുമ്പിലേക്ക് തന്നെയാണ്. ഈ കോളേജ്, ഈ പരിസരവും ഈ ക്യാമ്പസും ഒക്കെ കാണുമ്പോൾ പഴയ കോളേജ് കാലത്തിലേക്കൊന്ന് തിരിച്ചു പോയാൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ട് കേട്ടോ. സത്യമല്ലേ? നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും. ഏതാ പ്രായമായവർക്കാണ്. കുട്ടികളിപ്പോഴും കോളേജിലും ക്യാമ്പസിലും ഒക്കെ ആണല്ലോ. ഈ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു പഠിക്കേണ്ടിയിരുന്നതെന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് അല്ലേ? അപ്പോൾ വീണ്ടും നമുക്ക് കാഴ്ചകളിലേക്ക് മടങ്ങിപ്പോവാം. നമ്മളങ്ങനെ മരടിലൂടെ വരുന്ന NH ക്രോസ് ചെയ്യുന്ന ജംഗ്ഷനിലെത്തി കേട്ടോ. ഈ ജംഗ്ഷനിലെത്തുമ്പോൾ ഈ തൊട്ട് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കാണുന്നത് കേരള ഫോക്ക്ലോർ മ്യൂസിയം. ഇതിൻ്റെ എൻട്രി സമയം എപ്പോഴാണെന്ന് അറിയില്ല. എന്നാണെങ്കിലും തുറന്നിട്ടില്ല, ഗേറ്റ് തുറന്ന് കിടക്കണം. ഇതിൻ്റെ ആർക്കിടെക്ചർ തന്നെ ഭയങ്കര രസകരമാണ്. മറ്റൊരു അവസരത്തിൽ ഇത് വന്ന് വിശദമായിട്ട് കാണുന്നുണ്ട്. ഫൗണ്ടർ ജോർജ് J. ഹാലിയത്ത് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. കാഴ്ചകൾ ഒരുപാടുണ്ടായിരിക്കും. ഒരു മനുഷ്യനെ അവിടെ കാണുന്നില്ല കേട്ടോ, വിവരങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. കേരള ഫോക്ക്ലോർ മ്യൂസിയം. നമ്മൾ ജംഗ്ഷനിലെത്തി.
ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ മരടാണ്, വലത്തേക്ക് പോയി കഴിഞ്ഞാൽ തൂപ്പുംപടിയാണ്. സിഗ്നൽ വീഴുന്നതിന് മുമ്പ് നമുക്ക് അതേ കൂടിയേക്കാം. നമ്മൾ നേരെ തേവര ഫെറി എവിടെ എന്ന് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേവര ഫെറിയെ കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നും അല്ലേ? ഓക്കേ. പണ്ഡിറ്റ് കറുപ്പൻ റോഡ് അവസാനിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ തേവര ഫെറി. ഇതാണ് തേവര ഫെറി ബസ് സ്റ്റാൻഡ്. ഇവിടം വരെ ബസ്സുകളുമൊക്കെ വരും. ദൂരെ ഒരു ബോട്ട് പോകുന്നതാണ്. പാസഞ്ചർ ബോട്ടല്ല, അത് ഫിഷിംഗ് ബോട്ട് പോലെയുണ്ട്. നല്ല ഭംഗിയാണല്ലേ കാണാൻ, പ്രത്യേകിച്ച് രാവിലത്തെ പ്രകാശവും. ഗോൾഡൻ ഹവറൊക്കെ കഴിഞ്ഞെങ്കിലും ഈ പ്രകാശത്തിൽ ഈ ഫെറി കാണാനായിട്ടൊരു ഭംഗിയുണ്ട്. വിശ്രമിക്കുന്ന ബോട്ടുകൾ സമയത്തൊന്നുമില്ലാന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഫെറിയുടെ കാഴ്ചകൾ. തേവര ഫെറി ദൂരെ കൊച്ചിയുടെ അതിർത്തികൾ പോലെ കാണുന്ന കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് പോള വാരുന്ന ഒരു യന്ത്രമാണ് കേട്ടോ. ദൂരെ നമുക്ക് കുണ്ടന്നൂരിൽ നിന്ന് പോകുന്ന ആ പാലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പറമ്പത്ത് പാലം എന്നാണ് പറയുന്നത്. പറമ്പത്ത് ബ്രിഡ്ജ് എന്നാണ് ആ ബ്രിഡ്ജ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു ഷോർട്ടും വീഡിയോയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പോകാം. നമ്മൾ യാത്ര തുടങ്ങിയത് MG റോഡിൽ നിന്നാണ് കേട്ടോ. പക്ഷേ നമ്മൾ തിരിച്ചു പോകുന്നത് മരട് വഴിയാണ്. അപ്പം മരട് പാലത്തിൽ വെച്ച് നമുക്ക് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യാം. ഓക്കെ. അപ്പം നേരെ ആദ്യം കണ്ട ജംഗ്ഷനിൽ, അതിനുശേഷം മരട് ബ്രിഡ്ജ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ ജംഗ്ഷൻ സീരീസിലെ തേവര ജംഗ്ഷനും തേവരയുടെ പരിസര പ്രദേശങ്ങളിലും ഉള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. അടുത്ത വീഡിയോ അടുത്ത ജംഗ്ഷനുമായിട്ട് വരുന്നവരെ, അല്ലെങ്കിൽ അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.